കോഴിക്കോട് നിന്ന് ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന വേങ്ങേരിയിലാൽ ദേശീയപാത നിർമ്മാണം അനന്തമായി നീളുന്നതിൽ CPIM പ്രക്ഷോഭത്തിലേക്ക്. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണെന്നും മഴ കനക്കുന്നതോടെ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുമെന്ന ആശങ്കയിലുമാണ് ഇവിടത്തുകാർ. 3 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പ്രവൃത്തി ആരംഭിച്ചിട്ട് 15 മാസമായി. നല്ല റോഡും വികസനവും വേണം എന്നത് തന്നെയാണ് ഇവിടത്തുകാരുടെ ആവശ്യം. റോഡിന്റെ പ്രവൃത്തി നടക്കുന്നതല്ല ഞങ്ങൾ എതിരെ നിൽക്കുന്നത്. നാഷണൽ ഹൈവേ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വേദി കൂടിയുള്ള റോഡ് ഗതാഗതം ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ ഒരു നാഥനില്ലാത്ത പോലെയാണ്. ആരും എപ്പോൾ പൂർത്തീകരിക്കുമെന്ന് സംബന്ധിച്ചുണ്ടാവുന്ന യാതൊരു ധാരണയില്ല. ബൈപ്പാസിൻ്റെ ഇരുഭാഗങ്ങളുമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ മണ്ണിടിഞ്ഞ് അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ്. ഇനി കാലവർഷം കുറേ കൂടെ ശക്തമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് വീടുകളെ പോലും ബാധിക്കുന്ന രൂപത്തിലേക്ക് പ്രശ്നങ്ങൾ വരികയാണ്. പക്ഷേ നടക്കുന്നത് ദേശീയപാത ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ്. വേങ്ങേരിയിൽ ദേശീയപാത നിർമ്മാണത്തിനൊപ്പം പാല നിർമ്മാണം കൂടി നീണ്ടതോടെ യാത്രാ ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. പലയിടത്തും വെള്ളക്കെട്ടായി. ഇതിനൊരു പരിഹാരം വേണമെന്നതാണ് ഇവരുടെ ആവശ്യം. റോഡ് പണിയിലെ അലംഭാവം കാരണം വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെട്ടതായി പരാതി പറയുന്നവരുമുണ്ട്. വെള്ളം ഇറങ്ങി താഴോട്ട് ഇടിഞ്ഞിട്ട് അങ്ങോട്ട് പോവുക. വീടിന്റെ മുറ്റത്താണ് മതിലുള്ളത്. മഴ പെയ്തപ്പോൾ വഴി ഇടിയാണ്, വീടിനാണ് ഭീഷണിയാണ്. അതുകൊണ്ട് വീടിന്റെ ഭീഷണി ഞാൻ ഒഴിവാക്കി കിട്ടണം. വഴിയും ഈ അനാസ്ഥയ്ക്കെതിരെയാണ് CPIMന്റെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം A. പ്രദീപ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. ജൂൺ 3 മുതൽ സ്വകാര്യ ബസ്സുകൾ കൂടി ഈ റൂട്ടിൽ സർവീസ് നിർത്തി സമരം ആരംഭിക്കുകയാണ്. ഇതിനെല്ലാം കൂടി പരിഹാരം ആവശ്യപ്പെട്ടാണ് CPIM പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.